ഒരൊറ്റ മുട്ട വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി മാതിരിയുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിംഗ് ആണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരി ഉണ്ടാവരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ കേക്ക് ശരിയാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് ഓയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വെക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതേപോലെ തന്നെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും തന്നെ ആ മൈദേൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പാച്ചില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ടെക്സ്ചർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അഥവാ ഒരുപാട് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂണും കൂടെ പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. അതിലേക്ക് ഞാൻ ഓൾറെഡി ഓയിൽ ബ്രഷ് ചെയ്ത് മൈദയൊക്കെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ചാലും മതി. അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊരു 2-3 വട്ടം ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് വരാണ്ടിരിക്കാനാണ്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് വേണ്ടി വരുള്ളൂ ഇത് വെന്ത് വരാനായിട്ട്. നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് വേവിച്ചെടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട. ഞാൻ ഒരു 5 മിനിറ്റും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ചെറുതായിട്ട് മേലയിൽ വിണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കേക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.